വാക്കുകളാണ് നമ്മളെ എപ്പോഴും ഒരു ജോലിയിൽ നിന്ന് എപ്പോഴും നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരു വാക്ക് മതി. അതായത് ഒരു തീക്കൊള്ളി കൊണ്ട് നമ്മളെ കുത്തി മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് മരുന്ന് വെച്ചാൽ കഴിയും. പക്ഷെ വാക്കുകൊണ്ട് മനസ്സിനെ വേദനിപ്പിച്ചാൽ അതൊരിക്കലും മാഞ്ഞു പോകുന്ന സംഭവമല്ല എന്ന് പലതരത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് എപ്പോഴും ഒരു ആനക്കാരനെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചാൽ അവിടെ നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. അത് വേദനിപ്പിക്കാൻ ഉണ്ടാകുന്ന കാര്യകാരണങ്ങൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ആനയും ആനക്കാരനെയും പഠിക്കാത്ത ഗുരുത്തൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കിൻ്റെ ഏറ്റവും എനിക്ക് മരിച്ചാൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം അതാണ്. കാരണം അതിനെ രക്ഷപ്പെടുത്തിയെടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് അവർക്കൊരാക്ഷേപം ഇല്ലാത്ത തരത്തിൽ അവർ വാങ്ങിച്ച കാലം പോലെ എവിടെ കൊണ്ടുപോയാലും ഇത് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ചെല്ലുന്നതിന് മുമ്പേ ഇഷ്യൂസ് ഉണ്ടാക്കി കാശ് കളഞ്ഞുകൊണ്ടിരുന്ന ഒരു ആനയെ ഞാൻ ചെന്നതിന് ശേഷം നല്ല ആനക്കാരനുണ്ടെങ്കിൽ ആന എവിടെയും നിർത്താം, ഏത് കാലത്തും നിർത്താം, എങ്ങനെ വേണേൽ പെരുമാറിപ്പോകാം. നല്ലൊരു ആനക്കാരനായിരിക്കണം, അതിനെ പരിചരിക്കുന്നവനായിരിക്കണം. ആനക്കാരൻ്റെ ആന അവൻ അതിനെ കൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം അവൻ്റേതാണ് ആന. അവൻ അതിനെ നല്ല രീതിയിൽ പരിചരിക്കുന്നത് പോലെ ഒരാളിനും അതിനെ പരിചരിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഉത്തമ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഇന്നപോലെ ഈ ആനയിപ്പം ഞങ്ങൾ ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇതിൻ്റെ പിന്നാലെ നടക്കുക. രാത്രിയിൽ ഇപ്പോൾ 10-11 മണിയാകാറായി. ഇനി ഈ ആന ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയാൽ തന്നെ ഞാൻ വെടിവെക്കും. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു സാറേ, ഇത് ആനയാണ്, ഇതൊരു വന്യമൃഗമാണ്, ഇത് ഇത്രയും ജില്ലയിൽ ഓടിയിട്ട് സാർ ആരെയും വെടിവെച്ചില്ലല്ലോ, ആനയെ വെടിവെക്കണേ സാർ വെച്ച് എന്നെ ഈ ആന ചിലപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് ഇതൊരു ജീവനുള്ള ജന്തുവല്ലേ സാർ, അതുകൊണ്ട് സമാധാനപരമായിട്ട് നിൽക്കുക, ഞാനിതിനെ കെട്ടാം, പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കത്തില്ല, ആന ഞാൻ കെട്ടിക്കോളാം സാർ എന്ന് പറഞ്ഞു. അത് വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അമ്പടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ ഉച്ച മുതലേ ഇതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം വളരെ ഇതായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു ഈർക്കിലിനൊരടി കൊടുക്കാതെ അതിനെ കെട്ടാനുള്ളൊരവസരം ഉണ്ട്. കാരണം ആന എൻ്റെ കയ്യിൽ നിന്ന ഒരു ആനയാണല്ലോ, എന്നെ മറന്നിട്ടില്ലായിരുന്നു ആന, അതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെയും വിളിക്കേണ്ട ഭഗവാന്മാരെയൊക്കെ വിളിച്ച് ഞാൻ ഈ ആന ഒരു കുഴപ്പവും കൂടാതെ ഈ ആന അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് ഷെയ്ക്കാൻ്റെ എന്നിട്ട് ഈ ആനയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ അവിടെ നിൽക്കുക, ഷെയ്ക്കാൻ്റെയൊക്കെ പിന്നെ തരാം, DYSP. അപ്പം അദ്ദേഹം അങ്ങ് മാറി നിന്നു. ഞാൻ പറഞ്ഞു ഈ ആന കെട്ടട്ടെ, ആ മരത്തെ കെട്ടി കഴിഞ്ഞിട്ട് സാറ് തൊടുവോ ഷെയ്ക്കാൻ്റെ തരുവോ എന്ത് വേണേലും ആയിക്കോളാൻ പറഞ്ഞു. സാർ അവിടെ മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അദ്ദേഹത്തിനെ പോലെ എനിക്കാകാൻ പറ്റത്തില്ല, ഞാൻ ആനക്കാരനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഇത്രയും പറഞ്ഞു. അദ്ദേഹം മാറി നിന്നു. ഞാൻ ഈ ആനയെ കെട്ടി അതിനെ എന്നിട്ട് ഈ രാത്രിയിൽ ഇതിനെ കെട്ടി ഇദ്ദേഹം എനിക്ക് ക്ഷയിക്കാനൊക്കെ തോന്നുന്നു. ഇദ്ദേഹം എന്നിട്ട് എന്നോട് പറഞ്ഞു, വിജയൻ എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പം പറഞ്ഞു, വിജയൻ എത്ര പൈസ എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു സാറേ ഇതൊരു നീർപ്പിണ്ടിയാണ്, ഇതൊരു ആനയാണ് സാറേ, ഇതൊന്നും നമ്മുടെ വൈഭവം അല്ല സാർ, ഇതൊക്കെ ഒരു ഈശ്വരാധീനത സാർ എന്ന് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ ഈ ചെയ്തു തന്ന ഉപകാരത്തിന് വളരെ നന്ദി എന്നും പറഞ്ഞ് അദ്ദേഹത്തിനോട് വളരെ നല്ല സ്നേഹസമ്പന്നമായ രീതികളൊക്കെ സംസാരിച്ച് അദ്ദേഹം വളരെ സന്തോഷമായിട്ട് പോവുകയും ചെയ്തു. ഇദ്ദേഹത്തിനോട് ഞാൻ പൈസ കൂലി ചോദിക്കുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. വളരെ നല്ല രീതിയിൽ അതിന് കൈകാര്യം ചെയ്ത് അവിടെ കെട്ടി എനിക്ക് തീറ്റയും വെട്ടിയിട്ട് കൊടുത്തു. അന്നേരം ഞാൻ പറഞ്ഞു ഈ ആസ്പത്രി കിടക്കുന്ന ആനക്കാരെയൊക്കെ ഒന്ന് പോയി കാണണം. അതിനെന്താ പോവാം എന്നും പറഞ്ഞ് ഞാൻ ചെല്ലുമ്പം എൻ്റെ സുഹൃത്തുക്കളായി ഈ മാവേലിക്കര ആസ്പത്രി കിടക്കുന്ന 2 പേരും, അതിലൊരാളെ ഒരാന കൊന്നു, സോമൻ എന്ന് പറഞ്ഞ ഒരാളെ, ഉദയൻ എന്ന് പറഞ്ഞ ഒരാന ചെറിയനാട്ടമ്പലത്തിൽ വെച്ച് കൊന്നു. അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടു പോയി. ബാലൻ എന്ന് പറഞ്ഞ ഒരു ആനക്കാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ ഈ ആനയെ ഈ ആനക്കാരെ ആസ്പത്രിയിലെല്ലാം പോയി കണ്ട് അവരൊക്കെ നല്ല മയക്കമായിരുന്നു, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കിടന്നുകൊണ്ട് അവർ ഉണർന്നൊന്നും കാണാൻ പറ്റിയില്ല. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത തരത്തിലൊക്കെ അങ്ങനെ കണ്ടു പോന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഈ ആനയെ അഴിച്ച് വെള്ളവും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, നിങ്ങൾ ആരെയാണെന്ന് വെച്ചാൽ ഈ ആനയെ അഴിച്ചു കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്തു നിങ്ങളുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് എൻ്റെ ഘട്ടത്തിൽ എനിക്ക് വേറെ ആനയുണ്ട്, എനിക്ക് ആ ആനയെ കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കണം, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതല്ല, വിജയം വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കാറിൽ തന്നെ ഞാൻ വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായി വന്ന് ഈ ആനയെ അഴിച്ച് ഇവരുടെ ഒരു അളിയൻ്റെ വീടുണ്ട് വെൺമണി, അവിടെ കൊണ്ട് കെട്ടി അവിടുന്ന് പിറ്റേ ദിവസം ആനയെ ആഞ്ഞിലിത്താനത്ത് എത്തിച്ചു. പിന്നീട് അതെൻ്റെ കൈവശമായിരുന്നു ആന. അങ്ങനെ അതിനെ ഭംഗിയായ രീതിയിൽ ഇതിനെ ഒരു തോട്ടിൽ കൊണ്ടുപോയാലൊന്നും ഇരുത്തി കഴുകാൻ ഇരിക്കാൻ ആന സമ്മതിക്കത്തില്ല, വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. അതിനെ ആ രീതിയിലെല്ലാം വളരെ നല്ല രീതിയിൽ അതിനെ പുഴയിലിറക്കി കഴുകാനും അതിനെ വൃത്തിയായിട്ട് കാര്യം അതേപോലെ കഷ്ടപ്പെട്ടു. അതേപോലെ ഞാനും എൻ്റെ അളിയെന്ന് പറഞ്ഞാൽ ശ്രീധരൻ എന്നും പറയുന്ന ഒരാളാണ്. ഞങ്ങൾ രണ്ടുപേരും ആനയിൽ നിന്ന് ആനയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ അതിനെ എഴുന്നള്ളിപ്പും കാര്യങ്ങളും ഒക്കെ നടത്തി അങ്ങനെ അതിനെ ഭംഗിയായ രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു അവസരത്തിൽ അതിൻ്റെ ഒരു ഉടമസ്ഥൻ, അവർ 3 ആമ്പിള്ളേരുണ്ട്. ഇസ്മയിലിൻ്റെ നേരെ താഴെയുള്ള രണ്ട് അനുജന്മാരുണ്ട്. അവർക്ക് ഈ തടിമില്ലുണ്ട്, 2 പേർക്കുണ്ട് തടിമില്ല്. അപ്പോൾ അതിലൊരു ദിവസം അതിനെ ഒരു ചങ്ങലയില്ല, ഒരെടയും കച്ചക്കയറും മാത്രമായിട്ട് ഞാൻ പോയി ഒരു ലോഡ് മരം കയറ്റി വെച്ചു. അങ്ങനെ ഇവരെന്നോട് ഒരു വളരെ മോശമായ രീതിയിൽ ഇളയൊരു വിദ്വാൻ സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ വക്കാണമായി. അവിടുന്ന് ഞാൻ ആനയെ കെട്ടിക്കൊടുത്തിട്ട് പോരേണ്ട ഒരു അവസരം ഉണ്ടായി. എനിക്ക് ഏറ്റവും വിഷമകരമായ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, ഒരാനയെ രക്ഷപ്പെടുത്തിയെടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് നടന്നിട്ട് ലാസ്റ്റ് ഒരു ഘട്ടത്തിൽ, ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒന്നിനും ആക്ഷേപമില്ലാത്ത തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു അവസരത്തിൽ ആ ഏറ്റവും ഇളയ അനുജൻ്റെ വായിൽ നിന്ന് വീണ വാക്കിൻ്റെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞേ, വാക്കുകളാണ് നമ്മളെ എപ്പോഴും ഒരു ജോലിയിൽ നിന്ന് എപ്പോഴും നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരു വാക്ക് മതി. അതായത് ഒരു തീക്കൊള്ളി കൊണ്ട് നമ്മളെ കുത്തി മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് മരുന്ന് വെച്ചാൽ കരിയും. പക്ഷേ വാക്കുകൊണ്ട് മനസ്സിനെ വേദനിപ്പിച്ചാൽ അതൊരിക്കലും മാഞ്ഞു പോകുന്ന ഒരു സംഭവമല്ല എന്ന് പലതരത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, എപ്പോഴും ഒരു ആനക്കാരനെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചാൽ അവിടെ നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. അത് വേദനിപ്പിക്കാൻ ഉണ്ടാകുന്ന കാര്യകാരണങ്ങൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ആനക്കാരനെയും പഠിക്കാത്ത ഒരുത്തൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കിൻ്റെ ആ ദൃഢത, അത് കേട്ട് നിൽക്കുന്ന ആത്മാർത്ഥമായി ജോലി എടുക്കുന്ന ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ അവിടെ എന്ത് തന്നാലും നിൽക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. ഒരു മനുഷ്യത്വപരമായിട്ട് പെരുമാറുവാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പെരുമാറാനുള്ള ഒരു മനസ്ഥിതി കാണിക്കുന്ന ഒരു മനുഷ്യന് ആ വാക്ക് കൊണ്ട് നമ്മളെ നോവിച്ചാൽ അവിടെ നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആ ആനയെ ഞാൻ കെട്ടിക്കൊടുത്തിട്ട് പോരേണ്ട ഒരു അവസ്ഥയുണ്ടായി. എനിക്ക് എന്നെ മനസ്സുകൊണ്ട് മാനസികമായിട്ട് എന്നെ വേദനിപ്പിച്ച ഒരേ ഒരു സംഭവം, ഏറ്റവും എനിക്ക് മരിച്ചാൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം അതാണ്. കാരണം അതിനെ രക്ഷപ്പെടുത്തിയെടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണെന്ന് അവർക്കൊരാക്ഷേപമില്ലാത്ത തരത്തിൽ അവർ വാങ്ങിച്ച കാലം പോലെ എവിടെ കൊണ്ടുപോയാലും ഇത് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ചെല്ലുന്നതിന് മുമ്പേ ഇഷ്യൂസ് ഉണ്ടാക്കി കാശ് കളഞ്ഞുകൊണ്ടിരുന്ന ഒരു ആനയെ ഞാൻ ചെന്നതിന് ശേഷം അവർക്കൊരു 10 രൂപ അങ്ങോട്ട് കിട്ടുന്നതല്ലാതെ 10 രൂപ അവർക്ക് നഷ്ടമുണ്ടാക്കത്തക്ക ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഇങ്ങനൊരു ചാനലിൽ ഞാനിതുപോലെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസ്മയിലിൻ്റെ മകൻ എൻ്റെ ഫോൺ നമ്പർ തിരഞ്ഞു പിടിച്ച് എന്നെ വിളിച്ചിട്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പയ്യനോട് എനിക്ക് പറയാനുള്ളത്, ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി കണ്ടിട്ട്
ഇതിനെ വിലയിരുത്തണം. കൊച്ചച്ഛൻ അന്ന് സംസാരിച്ച വാക്കിൻ്റെ മൂർച്ചയേറിയ ആ വാക്കിൻ്റെ ഇതുകൊണ്ടാണ് അന്ന് ഈ ആനയെ ഞാൻ കെട്ടിക്കൊടുത്തേച്ച് പോരേണ്ടി വന്നത്. അത് പിന്നീട് അതിനെ അധികകാലം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനെ വിറ്റ് പൈസ വാങ്ങിക്കുമായിരുന്നു. അത് നിൽക്കാൻ കഴിഞ്ഞില്ല. നല്ല ആനക്കാരനുണ്ടെങ്കിൽ ആന എവിടെയും നിർത്താം, ഏത് കാലത്തും നിർത്താം, എങ്ങനെ വേണേൽ പെരുമാറിപ്പോകാം. നല്ലൊരു ആനക്കാരനായിരിക്കണം, അതിനെ പരിചരിക്കുന്നവനായിരിക്കണം. അവൻ്റെ ഇഷ്ടത്തിന് എന്ന് വെച്ചാൽ അവൻ്റെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞാൽ അവൻ്റെയാണ് ആന. ശരിക്കും ആനക്കാരൻ്റെ ആന. ഉടമസ്ഥൻ കാശ് മുടക്കുന്നേ ഉള്ളൂ. ആനക്കാരൻ്റെ ആന. അവൻ അതിനെ കൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം അവൻ്റേതാണ് ആന. അവനതിനെ നല്ല രീതിയിൽ പരിചരിക്കുന്നത് പോലെ ഒരാളിനും അതിനെ പരിചരിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഉത്തമ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഒരു ആനക്കാരനാണ് അതിനെ നല്ല രീതിയിൽ പരിചരിക്കുന്നതും നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതും ഒരു ഉടമസ്ഥന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നതും ആനയ്ക്ക് പേരുണ്ടാക്കി കൊടുക്കുന്നതും ആനയെ ഒരു നല്ല ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി അതിനെ പൊതുജന മധ്യത്തിൽ നല്ലതാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഒരു നല്ലൊരു ആനക്കാരൻ്റെ കഴിവുകൊണ്ടാണ്. അത് മനസ്സിലാക്കിയിരുന്നാൽ ഒരുടമസ്ഥന്മാർക്കും ഒരു കേടുമില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലെ കഥകളാണ്. അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാമെങ്കിൽ ഒരാനക്കാരൻ നല്ല രീതിയിൽ അതിനെ കൊണ്ട് നടക്കും. അവനതിനെ കൊണ്ട് ജീവിക്കുന്നതാണ്. അത് അവൻ്റേതാണ് ആ മുതൽ എന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാം കൊണ്ടും ഒരാനയെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരുത്തൻ ആനയെടുക്കൽ വന്നാൽ പോലും അവനെ നമുക്ക് പേടിക്കണ്ട, അവൻ വരുന്നതുകൊണ്ട് പേടിക്കണ്ട എന്ന് ചിന്തിച്ച ഒരാന വലിയ കേശവനാനയാണ്. അത് ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഇപ്പം നമ്മൾ നിൽക്കയിൽ ഒരാളെ ഉപദ്രവിക്കുന്ന ഒരാനയല്ല. അത് അങ്ങനൊരു സ്വഭാവക്കാരനായിരുന്നു ആന. അതേസമയം നമ്മളില്ലാത്ത സമയത്ത് ചെന്നാലും അതങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചില സാഹചര്യത്തിൽ മാത്രമേ അത് നമ്മളില്ലെങ്കിൽ ഒരാളെ ഓടിക്കത്തും ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള കുഴപ്പമില്ല. പക്ഷേ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആന അതല്ലായിരുന്നു. നമ്മൾ നിൽക്കുകയിലേയും നമ്മുടെ അടുക്കൽ എഴുന്നള്ളിച്ച് നിൽക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് ആനയെ തൊട്ടാലേ അത് ആ ആളെ തട്ടിയിടുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഈ രാധാകൃഷ്ണനെ. രാധാകൃഷ്ണനെ വളരെ ശ്രദ്ധിച്ച് ഒരിടത്ത് നമുക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിയത്തില്ല. എഴുന്നള്ളിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നമ്മളതിനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്ന മാതിരി നിന്നില്ലെങ്കിൽ അപകടങ്ങൾ. കാരണം എപ്പോഴാണ് ഒരുത്തം വരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അതാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പ് നടക്കുന്ന വിശേഷങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രത്തിലെ ആ നാട്ടുകാരുടെയാണ് ആ ഉത്സവം. അവർ വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവം. ആ ആഘോഷത്തിൽ അവരെങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ആഘോഷിക്കാമോ ആ തരത്തിലെല്ലാം ആഘോഷിക്കും. ആ ആഘോഷത്തിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഈ ആനയെടുക്കലേക്കായിരിക്കും ഒരുത്തൻ, ചിലപ്പോൾ അവൻ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടാകും. അവൻ്റെ ആഘോഷമാണ്, അവന് മറ്റുള്ള രീതിയിൽ ഇത് കുഴപ്പമുണ്ടാക്കണമെന്നും പറഞ്ഞ് വരുന്നതായിരിക്കത്തില്ല. പക്ഷെ ആ ഒരൊറ്റ കാരണം മതി കുഴപ്പമുണ്ടാക്കാൻ. അതൊരു എൻ്റെ അനുഭവത്തിൽ രാധാകൃഷ്ണനെ എടുക്കുന്ന ഒരു എഴുന്നള്ളിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അഴിച്ചൊരിടത്ത് നിർത്തി അതിനെ കുറച്ച് ദൂര സ്ഥലത്ത് അതിനെ കോലും വിലക്കിട്ട് നിർത്തി അതിനെ കെട്ടിയിട്ടേക്കുന്ന പോലെ അവിടെ നിന്നോളും. പക്ഷേ ഒരുത്തം വന്ന് തൊട്ടാൽ അവൻ്റെ പിന്നാലെ കൂടുന്ന ഒരു ആനയായിരുന്നു ആന. അപ്പോൾ അതുകൊണ്ട് അതിനെ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെപ്പോലും ഏൽപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരു ആനയല്ലായിരുന്നു രാധാകൃഷ്ണന. അതാണ് ആ ആനയെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനോടകം ഉള്ളതിൽ ഏറ്റവും ഈ ഒരിടത്ത് അഴിച്ചു നിർത്തി അല്ലെ എഴുന്നള്ളിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഒരാൾ വന്ന് തൊടുവോ അല്ല അതിനെ വളരെ നല്ല രീതിയിൽ നോക്കിയില്ല എങ്കിൽ, നല്ല ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടങ്ങളിൽ ക്ഷണിച്ചു വരുത്തുന്നത് ഒരാനയായിരുന്നു രാധാകൃഷ്ണൻ. ഗുരുവായൂർ ദിവസം രാധാകൃഷ്ണൻ. അപകടം എന്ന് പറയുന്നത് 1983 എനിക്ക് പറ്റിയ അപകടമാണ് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ. എൻ്റെ നല്ല ആരോഗ്യമുള്ള ഒരു കാലയളവിലാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബീഡി വലിക്കുക, ഇന്നും ബീഡി വലിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, മുറുക്കത്തില്ല. യാദർശ്യമായിട്ട് ഇപ്പോഴൊക്കെ വല്ലപ്പോഴും യാദർശ്യമായിട്ട് വല്ല ഓണമോ വല്ല വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഒരു ലേശ മദ്യപാനം കഴിക്കും. അല്ലാതെ ഞാൻ സ്ഥിരമായിട്ടൊരു മദ്യപാനിയോ അങ്ങനെയൊന്നുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ അന്ന് ആ ഒരു അപകടം
എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അപകടമാണ് എനിക്കുണ്ടായി. കാരണം ഒരിക്കലും ആ അപകടം എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭംഗിയായ രീതിയിൽ അതിനെ കൊണ്ടു നടക്കുവാനും, അന്ന് ആ ആന എന്നെ തട്ടിയിട്ട് കുത്തിയിട്ട് ആനക്കാർ, അതായത് എന്നേക്കാൾ അറിവും എന്നേക്കാൾ പരിജ്ഞാനമുള്ള ആനക്കാർ പറഞ്ഞു വിജയനെ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആനക്കാരുണ്ടായിരുന്നു അന്ന്. കാരണം അത്രയും നല്ല രീതിയിൽ ഞാൻ ആനയെ കൈകാര്യം ചെയ്തുകൊണ്ട് നടന്ന ഒരവസരമായിരുന്നു ആ ഗിരീശൻ എന്ന് പറഞ്ഞ ആനയിൽ. അപ്പോൾ അതിൻ്റെ ആ മുടയുടെ ആരംഭഘട്ടത്തിലായിരുന്നു ആ സംഭവിച്ചത്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഉണ്ടായ അപകടമെന്ന് പറയുന്നത് വലിയ അപകടമായിരുന്നു. അന്ന് കുടലിനോ ഞരമ്പിനോ അസ്ഥിക്കോ ഒന്നും ഒരു പ്രോബ്ലം പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നും ഈ നിലയിൽ ജീവിച്ചിരിക്കുവാനും അതിനുശേഷം എനിക്ക് ജോലി എടുക്കുവാനും ഈ ആനപ്പണി തന്നെ എടുക്കാനുള്ള ആന ലാവണത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായത് സത്യത്തിൽ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം കൊണ്ടായിരിക്കാം. അതല്ല എനിക്ക് മറിച്ചായിരുന്നു എൻ്റെ കുടലിനോ അല്ലെങ്കിൽ എൻ്റെ അസ്ഥിക്കോ വല്ല കേടുവന്നിരുന്നെങ്കിൽ എനിക്ക് പിന്നെ പ്രവൃത്തിയെടുക്കാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയെടുക്കാനും കഴിഞ്ഞു, എനിക്ക് നല്ല രീതിയിൽ അതിൽ നിന്ന് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞു. ആനപ്പണി പ്രവൃത്തിയെടുത്ത് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനും സമ്പാദ്യം സ്വരൂപിച്ച് വെക്കുവാനും വളരെ നല്ല രീതിയിൽ എനിക്ക് കഴിഞ്ഞു. ഞാൻ ആ രീതിയിൽ നല്ല രീതിയിൽ ഈ 50 വർഷക്കാലം ജോലിയെടുത്തതിൽ എനിക്കൊരു 6 മാസക്കാലേ ഞാൻ ജോലിക്ക് പോകാതിരുന്നിട്ടുള്ള ആനപ്പണിക്ക്. ബാക്കി എല്ലാ വർഷവും ആനപ്പണിയെടുത്ത് നാളിതുവരെ ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് ജോലിക്ക് പോകുന്നില്ല. എങ്കിൽ പോലും എനിക്കിപ്പോഴും ജോലി എടുക്കാൻ എനിക്ക് വളരെ മനസ്സാണ്. ആനയോട് അത്രയധികം ഇഷ്ടവും സ്നേഹവും ഉള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒരാനക്കാരനെന്നുള്ള നിലയിലല്ല, എനിക്ക് കുട്ടിക്കാലം മുതലേ ആനയായിട്ട് എനിക്ക് വളരെയേറെ സ്നേഹവും വളരെയേറെ താല്പര്യമുള്ള ഒരാളാണ്. ഇതിനെ പരിചരിക്കുന്ന കാര്യത്തിൽ ഇതിനെ നല്ല രീതിയിൽ അതിൻ്റെ ശരീരം നോക്കണം, അല്ലെ അതിൻ്റെ നല്ല രീതിയിൽ അതിനെ കൊണ്ടു നടക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് എനിക്ക് അതിനോട് വളരെ സ്നേഹവും താല്പര്യം. ആനകളെന്ന് പറഞ്ഞാൽ ആനകൾക്ക് പല രീതിയിലുള്ള ആനകളുണ്ട്, പല സ്വഭാവക്കാരുണ്ട്, പല രീതിയിലുള്ള പ്രവൃത്തികൾ എടുക്കുന്ന ആനകളുണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ പോലും ആനയോട് വളരെ സ്നേഹവും വളരെ ബഹുമാനവും അതിലുപരി എനിക്കതിനെ പരിചരിക്കുന്നതിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് ഞാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ആനയും ഒരാനക്കാരനുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ബന്ധമെന്ന് പറയുന്നത്, നമ്മളിപ്പം ഈ ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ചു, ഒരു സഹോദരങ്ങളുണ്ട്, രണ്ടുപേർക്കും ഒരേപോലെയാണോ സ്വഭാവം? അല്ല, ഒരിക്കലുമല്ല. അവർ തമ്മിൽ ഒരുപാട് സ്നേഹബന്ധത്തിൽ പോകണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ ഈ വന്യമൃഗം അതല്ല. ഈ വന്യമൃഗം എന്ന് പറയുന്നത് ഒരാളെ മനസ്സിലാക്കാനും ആ ആനയെ മനസ്സിലാക്കാനും ആ ആനക്കാരനും കഴിയണം, ആനയ്ക്കും കഴിയണം. അതിന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒരാളിനും സാധ്യമല്ല. പക്ഷേ ഒരാനക്കാരൻ ഒരാനയെടുക്ക ചെല്ലുമ്പോൾ ആനയെ സംബന്ധിച്ച് ആനയെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിരീക്ഷിച്ച് കഴിയുമ്പോൾ ഈ ആന ഏത് തരത്തിലാണ്, ഇതിൻ്റെ രീതികൾ, ഇതിൻ്റെ സ്വഭാവങ്ങൾ, ഇത് ശൗര്യമുള്ള ആനയാണോ, ശാന്തനാണോ, ഇത് കെട്ടുന്തറിയിലാണോ ശാന്തത, അഴിച്ചു കഴിഞ്ഞാണോ ശാന്തത, അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രീതി മാറുമോ, ഇതൊക്കെ ഒരു ആനക്കാരന് മനസ്സിലാക്കാൻ കഴിയും. ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ ഒരാഴ്ച കൊണ്ടോ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് അഴിച്ചുകൊണ്ട് പോകുന്നവർ ഇപ്പോഴുണ്ടാകാമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരായ ഇപ്പോഴത്തെ ഒരുപാട് പരിചയസമ്പന്നരല്ലാത്ത കുറച്ച് ഏതാനും ചിലപ്പം ഇന്നൊരാനയെ കൊടുത്താൽ നാളെ അഴിച്ചുകൊണ്ട് പോകാമായിരിക്കാം. പക്ഷേ അവനുണ്ടാകുന്ന കേടും ആനയ്ക്കുണ്ടാകുന്ന കേടും ചെറുതൊന്നുമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു ആനയെ മനസ്സിലാക്കണമെങ്കിൽ ഒരു വർഷക്കാലം, അതായത് ഒരാന നീരി കെട്ടിക്കഴിഞ്ഞാൽ നീരിൽ നിന്ന് അഴിക്കുന്ന ഒരു സമയത്ത് ഒരാനക്കാരനെ വെച്ച് കഴിഞ്ഞാൽ അവൻ ആനയെ അഴിച്ചു. അടുത്ത ഏതാണ്ട് 7 മാസം കഴിയുമ്പോൾ അതിനെ വീണ്ടും നീരി കെട്ടണം. ഒരു നീരിൽ നിന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഒരു 7 മാസം കഴിഞ്ഞാൽ വീണ്ടും അതിനെ നീരി കെട്ടണം. ആ നീരിൽ കെട്ടുന്ന സമയം വരെ
ഇവൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കാൻ ആനകൾക്ക് ഓരോ സ്വഭാവ രീതികളാണ് ഓരോ ആനകൾക്കും. അത് ആനക്കാരൻ മനസ്സിലാക്കിയിരിക്കണം. ആ മനസ്സിലാക്കി അത് പെരുമാറിയെങ്കിൽ മാത്രമേ അപകടമില്ലാതെ, അതിൻ്റെ ശരീരത്തിന് കേടില്ലാതെ, നമ്മുടെ ശരീരത്തിന് കേടില്ലാതെ, പൊതുജനങ്ങൾക്ക് കേടില്ലാതെ അതിനെ കൊണ്ടു നടക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത് നിസ്സാരമല്ല, വൽക്കരിക്കാൻ പാടില്ല. നിസ്സാരമല്ല, നിസ്സാരമായിട്ട് കാണുകയും ചെയ്യരുത്. അത് വളരെ ഗൗരവകരമായിട്ട് കണ്ട് അതിനെ മനസ്സിലാക്കി ഒരു വർഷക്കാലമെങ്കിലും ഒരാനയെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ ആനയും ആനക്കാരനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. ബന്ധമെന്ന് അതിനെ അഴിച്ച് പൊടിക്കിരുത്തണം, അതിനെ കഴുകാനിരുത്തണം, അല്ലെ ആനയെ അങ്ങോട്ട് രണ്ട് പുറവും ഇരുത്തി കഴുകാനും, അല്ലെ രണ്ട് പുറവും ഇരുത്തി കിടത്തി ആനയായിട്ടൊരു ധാരണയിലെത്തിയതിന് ശേഷം അവൻ ആനയെ അഴിക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ ആനയെ അഴിച്ചൊരു തറിയെന്ന് പെട്ടെന്ന് അഴിച്ച് മാറ്റി കെട്ടുന്നത് വലിയ അപകടകരമായ ഒരു സംഭവമാണ്. പെട്ടെന്ന് ആനയെ അഴിച്ച് തറിയെന്ന് മാറ്റി വേറെ തറിയിലേക്ക് മാറ്റി കെട്ടുന്നതൊക്കെ വലിയ അപകടകരമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം ചില ആനകൾ നീരിൽ നിന്ന് അഴിച്ചാൽ ഒരു 10 ദിവസമെങ്കിലും ആകും ഒരു ആനക്കാരനുമായിട്ട് കുറച്ചൊക്കെ ഒരു നല്ല രീതിയിൽ അവനുമായിട്ട് ഒരു ഇടപഴകി അവനുമായിട്ട് വിശ്വാസം, അതായത് നമ്മൾ പരസ്പര വിശ്വാസം, ഈ എന്നെ ഉപദ്രവിക്കാൻ മാത്രമല്ല വന്നേ, എന്നെ സംരക്ഷിക്കാനും കൂടി വന്നതാണ് ഈ ആളെന്നുള്ള ബോധ്യം ആനയ്ക്ക് വരണം. ആനയെ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടൊന്നും ആന നമ്മൾ ഈ പറയുന്ന മാതിരി ഒന്നും ആന വഴിപ്പെടില്ല. ഒരുപാട് ഉപദ്രവം കൊണ്ടല്ല, അതിനാണ് നമ്മൾ കുറച്ചധിക ദിവസം ഈ ആനയായിട്ട് സംസാരിച്ച് ആനയെ അടിക്കുകയും വേണം. ആനയെ ഒരുപാട് കഠിനമായ വേദന അനുഭവിപ്പിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. വളരെ നിസ്സാരമായിട്ട് വളരെ നല്ല രീതിയിൽ കുറേ അധിക ദിവസം, അതായത് 10 ദിവസം നമ്മൾ എടുത്താൽ ആ 10 ദിവസം കൊണ്ട് ആനയ്ക്കും നമുക്കും വളരെ ഗുണങ്ങളെ ഉണ്ടാകും. ദോഷഫലങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ അനുഭവം എന്നെ മനസ്സിലാക്കിയിട്ടുള്ളതും എൻ്റെ ഗുരുക്കന്മാരെന്നെ പഠിപ്പിച്ചിട്ടുള്ളതും. അത് ആ രീതിയിലേ ആനയായിട്ട് പെരുമാറാവൂ. ആനയായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് അവൻ ഒരു വർഷക്കാലം ആ ആനയായിട്ട് പെരുമാറിയെങ്കിൽ മാത്രമേ അതിൻ്റെ സ്വഭാവവും അതിൻ്റെ രീതികളും ആ ആനയെ മനസ്സിലാക്കി അവന് കൊണ്ടു നടക്കാൻ കഴിവുള്ള ഒരു ആനക്കാരന് ഏറ്റവും ഭംഗിയായ രീതിയിൽ അതിനെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. അതാണ് ആനയായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. ഈ നമ്മൾ ആനയായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി കൊണ്ടാണ് നമ്മൾ ആനയായിട്ട് ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. ആ ബന്ധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഈ ആനകളെ കൊണ്ടു നടക്കാൻ സാധിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഓങ്ങിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരടി കൊടുക്കുന്നത്. ആനയ്ക്കതറിയാം, എന്നെ അടിക്കാനല്ല, എന്നെ വേദനിപ്പിക്കാനല്ല, ഞാനത് ആ രീതിയിൽ നിൽക്കണം. അപ്പോൾ ആ ആനയ്ക്കറിയാം, ആ ആനക്കാരൻ്റെ രീതി അറിയാം, ആനയുടെ രീതി ആനക്കാരനറിയാം. വടി ഓങ്ങിയാൽ മതി, അത് പിന്നെ അതിന് പോകത്തില്ല, അത് പോകരുതെന്നാണ് ആനയെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നെ അതിനാണ് ആ വടി ഓങ്ങിയത്, അതെടുക്കാൻ പോയതിനാണ്, അതെടുക്കരുത് എന്ന ആനയുടെ മനസ്സിലൊരു തോന്നലാണ്. രണ്ടാമത് നിർബന്ധമായിട്ട് എടുക്കാൻ പോകുമ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു ഓങ്ങും, അതെടുക്കാൻ പോകത്തില്ല. നമ്മൾ അതിനുള്ള അവസരം കൊടുത്തെങ്കിലേ അത് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ പോകത്തില്ല. അതാണ് ആനക്കാരനായിട്ടുള്ള ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്.